ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം അധ്യായം സമാന്തര ശ്രേണിയും ബീജഗണിതവും. പേജ് 63-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് ബീജഗണിത സമവാക്യം കണ്ടുപിടിക്കണം. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചില സമാന്തര ശ്രേണികളിലെ 2 സ്ഥാനങ്ങളിലെ പദങ്ങൾ ചുവടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്കൊരു സമവാക്യം എഴുതിയാലോ? അപ്പോൾ നോക്കൂ, x1 x2 എക്സെട്ര xi എക്സെട്ര xj എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതായത് ഒന്നാം പദം x1, രണ്ടാം പദം x2, പദം i അത് xi, പദം j xj. ഓക്കെ, ഇവിടെ ചെറിയ സ്ഥാനമാണ് i, വലിയ സ്ഥാനമാണ് j. അപ്പോൾ ചെറിയ സ്ഥാനത്തുള്ള സംഖ്യയാണ് xi, വലിയ സ്ഥാനത്തുള്ള സംഖ്യയാണ് xj. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പദം i എങ്ങനെ എഴുതാം? പദം iയുടെ സമവാക്യം ഓർമ്മയുണ്ടല്ലോ, d × i പ്ലസ് f മൈനസ് d. അതേപോലെ j സ്ഥാനത്തുള്ള പദത്തിൻ്റെ സമവാക്യം എന്താണ്? xj സമം dj പ്ലസ് f മൈനസ് d. ഇനി നമുക്ക് xjയിൽ നിന്നും xi ഒന്ന് കുറച്ചു നോക്കിയാലോ? സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറയ്ക്കൂ. അപ്പോൾ xj മൈനസ് xi സമം d × j മൈനസ് d × i. f അതെന്താവും? ക്യാൻസൽ ആയി പോകും. f മൈനസ് f. ഇവിടെ മൈനസ് d മൈനസ് മൈനസ് d, ആ മൈനസ് മൈനസ് d പ്ലസ് d ആവും. അപ്പോൾ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് xj മൈനസ് xi സമം dj മൈനസ് di എന്ന് കിട്ടും. ഇനി ഇവിടെ d എന്താണ്? പൊതുവായ സംഖ്യയാണല്ലോ, അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? xj മൈനസ് xi സമം d × j മൈനസ് i. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് d എന്തെഴുതാം? xj മൈനസ് xi ബൈ j മൈനസ് i. അപ്പോൾ പൊതുവ്യത്യാസം എന്ത് കിട്ടി? j സ്ഥാനത്തുള്ള സംഖ്യയിൽ നിന്നും i സ്ഥാനത്തുള്ള സംഖ്യ കുറയ്ക്കുന്നു. അതിനെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സമവാക്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതായത് സമാന്തര ശ്രേണിയിലെ പദം iയും പദം jയും തന്നിട്ടുണ്ട്. ഇവിടെ i ചെറുതാണ് j. ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം പദവും 9ാം പദവും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ i എന്ന് പറയുന്നത് 5 ആണ്, j എന്ന് പറയുന്നത് 9 ആണ്. 5ാം സ്ഥാനത്തുള്ള സംഖ്യയാണ് x5, 9ാം സ്ഥാനത്തുള്ള സംഖ്യയാണ് x9. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം x9 മൈനസ് x5 ഹരിക്കണം 9 മൈനസ് 5 എന്ന് എഴുതാം. അതിൽ നിന്നും പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ എല്ലാവരും ഈ സമവാക്യം ഓർത്തു വയ്ക്കുക. പൊതുവ്യത്യാസം d സമം xj മൈനസ് xi ബൈ j മൈനസ് i.
ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 ആണ്, 10ാം പദം 23. അപ്പോൾ നമുക്ക് ഒന്നാം പദത്തെ എഫ് അതേപോലെ തന്നെ x1 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൻ്റെ പൊതുവായ രൂപമാണ്. xn സമം dn പ്ലസ് f മൈനസ് d. ഇനി ഒന്നാം പദം എന്താണ്? x1 5. ഇനി 10ാം പദം എങ്ങനെ എഴുതാം? x10 സമം 23. ഒന്നാം പദത്തിൽ നമുക്ക് f എന്നും എഴുതാമല്ലോ. അപ്പോൾ f സമം 5. ഇനി നമുക്ക് സമവാക്യത്തിൽ xn കാണാൻ d ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് d യുടെ സമവാക്യം എന്താണ്? xj മൈനസ് xi ബൈ j മൈനസ് i. ഇവിടെ j 10ഉം i 5ഉമാണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം എന്ത് കിട്ടും? 23 മൈനസ് 5 ബൈ 10 മൈനസ് 1. കാരണം ഇത് 10ാം സ്ഥാനത്താണ്, ഇത് 1ാം സ്ഥാനത്താണ്. അപ്പോൾ നമുക്ക് 18 ബൈ 9 എന്ന് കിട്ടും. അത് 2 ആണ്. ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ xn എന്തായിരിക്കും? xn കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് f മൈനസ് d കണ്ടുപിടിക്കാം. f മൈനസ് d എന്ന് പറയുമ്പോൾ 5ൽ നിന്നും 2 കുറച്ചത്, അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ xn എന്താണ്? d 2 ആണ്. അപ്പോൾ 2n പ്ലസ് f മൈനസ് d 3. അപ്പോൾ xn 2n പ്ലസ് 3 എന്ന് കിട്ടും. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 2n പ്ലസ് 3 ആകുന്നു. ഇനി രണ്ടാമത്തെ സമാന്തര ശ്രേണി ശ്രദ്ധിക്കൂ. ഇവിടെ നമുക്ക് ഒന്നാം പദം 5. അതിനു മുമ്പ് സമാന്തര ശ്രേണിയുടെ ആ ബീജഗണിത രൂപം ഒന്നുകൂടി ഓർക്കൂ. xn സമം dn പ്ലസ് f മൈനസ് d. ഒന്നാം പദം f സമം x1, അത് 5 ആണ്. ഇനി ഏഴാം പദം x7, അത് 23. രണ്ട് പദങ്ങൾ തന്നാൽ നമ്മുടെ പൊതുവ്യത്യാസം കാണാനുള്ള സമവാക്യം ഓർക്കൂ. d സമം xj മൈനസ് xi ബൈ j മൈനസ് i. ഇവിടെ j 7ഉം i 1ഉമാണ്. അപ്പോൾ പൊതുവ്യത്യാസം d എന്ന് പറഞ്ഞാൽ 23 മൈനസ് 5 ബൈ 7 മൈനസ് 1. അപ്പോൾ 18 ബൈ 6 3 എന്ന് കിട്ടും. ഇനി xn കണ്ടുപിടിക്കാൻ f മൈനസ് d കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ f മൈനസ് d എന്താണ് കിട്ടുക? f മൈനസ് d 5 മൈനസ് 3 അല്ലേ? അപ്പോൾ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് xnലേക്ക് കൊടുക്കാം. അപ്പോൾ xn എന്തായി? dക്ക് പകരം 3. അപ്പോൾ 3n പ്ലസ് f മൈനസ് d, അത് 2 ആണ്. അതവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 3n പ്ലസ് 2 എന്ന് കിട്ടും. ഇതിലെ n 1 കൊടുത്തു നോക്കൂ. അപ്പോൾ 5, ഒന്നാം പദം. ഇനി ഇതിലെ 7 കൊടുത്തു നോക്കൂ. 3 × 7 21 പ്ലസ് 2 23. ശരിയാണ്. ഓക്കെ. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ
മൂന്നാമത്തെ സമാന്തര ശ്രേണി. ഇവിടെ തന്നിരിക്കുന്നത് അഞ്ചാം പദം 10. അപ്പോൾ അഞ്ചാം പദം എങ്ങനെ എഴുതാം? x5 സമം 10. പത്താം പദം എങ്ങനെ എഴുതാം? x10 സമം 5. ഇവിടെ ഇനി നമ്മുടെ xn സമം dn പ്ലസ് f മൈനസ് d. ഈ സമവാക്യത്തിൽ നമുക്ക് ആദ്യം d കണ്ടുപിടിക്കാം. രണ്ട് പദങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്താണ്? എന്താണ് അതിനുള്ള സമവാക്യം? d സമം xj മൈനസ് xi ബൈ j മൈനസ് i. ഇവിടെ j എത്രയാണ്? 10 ആണ് വലുത്. i എത്രയാണ്? 5. അപ്പോൾ പൊതുവ്യത്യാസം എന്തെഴുതാം? 5 മൈനസ് 10 ബൈ സ്ഥാനവ്യത്യാസം. സ്ഥാനവ്യത്യാസം 10ഉം 5ഉം കുറയ്ക്കുക. അപ്പം 5. അപ്പോൾ -1 കിട്ടി. ഓക്കെ. ഇനിയാണ് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒന്നാം പദം f അറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ അഞ്ചാം പദം തന്നിട്ടുണ്ട്. ഈ അഞ്ചാം പദം എങ്ങനെയാണ് കിട്ടുന്നത്? അഞ്ചാം പദം x5 എന്ന് പറയുന്നത് ഒന്നാം പദത്തിനോട് കൂടി നമ്മൾ എന്തു ചെയ്യണം? 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും അല്ലേ? x5 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം എടുക്കുന്നു. ഇനി ഒന്നാമത്തെ പദത്തിൽ നിന്നും നമുക്ക് അഞ്ചാം പദത്തിൽ എത്തണമെങ്കിൽ സ്ഥാനവ്യത്യാസം എത്രയാണ്? 4. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ x5 എന്ന് പറഞ്ഞാൽ f പ്ലസ് 4d ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് f എന്തെഴുതാം? f സമം x5 സമം മൈനസ് 4d എന്നെഴുതാം. ഓക്കെ. പൊതുവായി പറയുകയാണെങ്കിൽ f എന്ന് പറയുന്നത് xn മൈനസ് ഇവിടെ 5 ആവുമ്പോൾ ഇവിടെ 4 ആണ്. ഇവിടെ n വരുമ്പോൾ എന്തായിരിക്കും? n മൈനസ് 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് n-ാം പദവും പൊതുവ്യത്യാസവും തന്നാൽ ഒന്നാം പദം കാണാൻ ഈ സമവാക്യം ഉപയോഗിക്കാം. f സമം xn മൈനസ് n മൈനസ് 1d. അപ്പം നമുക്ക് ഇവിടെ അഞ്ചാം പദം തന്നതുകൊണ്ട് f എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കൂ. അപ്പോൾ n-ാം പദവും പൊതുവ്യത്യാസവും തന്നാൽ ഒന്നാം പദം xn മൈനസ് n മൈനസ് 1 ഇൻറ്റു d എന്നെഴുതാം. ഇവിടെ നമ്മൾ അഞ്ചാം പദത്തിൽ 10 തന്നിട്ടുണ്ട്. അപ്പോൾ n 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് x5 മൈനസ് 4d. x5 എത്രയാണ്? 10 മൈനസ് 4 ഇൻറ്റു d നമ്മളിവിടെ കണ്ടുപിടിച്ചു -1. അപ്പോൾ നമുക്ക് 10 പ്ലസ് 4 14 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ സമവാക്യം ഓർത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ f കിട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് d കിട്ടി. അതേപോലെ ഇപ്പോൾ ഇവിടെ f കിട്ടി. ഇനി f മൈനസ് d കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ f മൈനസ് d. 14ൽ നിന്നും -1 കുറയ്ക്കുമ്പോൾ അത് 15 ആവും. 14 മൈനസ് -1 14 പ്ലസ് 1 15 ആയി. ഇനി xn എഴുതൂ. xn എങ്ങനെ എഴുതാം? d -1 ആണ്. -1n പ്ലസ്
എഫ് മൈനസ് ഡി 15. അപ്പോൾ -n+15. ഇത് നമുക്ക് കുറച്ചുകൂടി വൃത്തിയായി ഭംഗിയായി എഴുതുമ്പോൾ എന്താണ് 15 ആദ്യം എഴുതാം. 15 മൈനസ് n. അപ്പോൾ നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 15 മൈനസ് n എന്ന് കിട്ടും. ഇനി n-ന് 5 കൊടുത്തു നോക്കൂ. അപ്പോൾ ഇത് 15 മൈനസ് 5. അതെത്ര കിട്ടും? 10 എന്ന് കിട്ടും. അത് 5-ാം പദം. ഇനി n-ന് 10 കൊടുത്തു നോക്കൂ. അപ്പോൾ നമുക്ക് 15 മൈനസ് 10, അത് 5 എന്ന് കിട്ടും. അത് 10-ാം പദം. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ ഇവിടെ 1-ാം പദം തന്നിട്ടില്ല. 1-ാം പദമല്ലാത്ത 2 പദങ്ങളാണ് തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം 1-ാം പദം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വേണം xn കണ്ടുപിടിക്കാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് 4-ാമത്തെ സമാന്തര ശ്രേണി. ഇവിടെ നമുക്ക് 8-ാം പദം 2 എന്നും 12-ാം പദം 8 എന്നും തന്നിട്ടുണ്ട്. നമ്മുടെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് വീണ്ടും ഓർക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം d കണ്ടുപിടിക്കാം. അതിനു മുമ്പ് തന്നിരിക്കുന്ന പദങ്ങൾ എഴുതാം. അപ്പോൾ x8 2 എന്നെഴുതി, x12 8 എന്നെഴുതി. ഇനി പൊതുവ്യത്യാസം കാണാനുള്ള സമവാക്യം എന്താണ്? d സമം xj മൈനസ് xi ബൈ j മൈനസ് i. ഇവിടെ j എത്രയാ? j എന്ന് പറയുന്നത് 12 ആണ്. i എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ d എന്തായിരിക്കും? ഇവിടുത്തെ സംഖ്യ 8 മൈനസ് ഈ സംഖ്യ 2 ബൈ ഈ സ്ഥാനം 12 മൈനസ് 8. അപ്പോൾ 6/4 3/2 എന്ന് കിട്ടും. പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് ഇവിടെ 8-ാം പദവും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. അപ്പോൾ 8-ാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1-ാം പദം പ്ലസ് 7 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കും. അതുപയോഗിച്ച് നമുക്ക് 1-ാം പദം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 8-ാം പദം, അതായത് x8-നെ എങ്ങനെ എഴുതാം? എഫ് പ്ലസ് 7d എന്ന് എഴുതാം. അത് 2 ആണ്. ഇതിൽ നിന്ന് നമുക്ക് അപ്പോൾ എഫ് എന്ത് കിട്ടും? 2 മൈനസ് 7d. d എന്ന് പറയുന്നത് എത്രയാണ്? 3/2. അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ 2 മൈനസ് 7 ഇൻറ്റു 3/2. ഇനി ഛേദങ്ങൾ തുല്യമാക്കാൻ വേണ്ടി ഇവിടെ ഒന്നാമത്തെ പദത്തെ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം? സംഖ്യയെ നമുക്ക് 2 കൊണ്ട് അംശമായും ഛേദമായും ഗുണിക്കാം. അപ്പോൾ അംശം 2 ആണ്. 2 ഇൻറ്റു 2 4. ഛേദം 1 ആണ്. അതിന് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഛേദം തുല്യമായി. 4/2 മൈനസ് 21/2. ഛേദം തുല്യമായതുകൊണ്ട് ഛേദം എടുത്തെഴുതി. എന്നിട്ട് 4 മൈനസ് 21 മൈനസ് 17. അപ്പോൾ നമുക്ക് എഫ് മൈനസ് 17/2 എന്ന് കിട്ടും. അപ്പോൾ 1-ാം പദം 17/2 മൈനസ് 17/2 ആണ്. പൊതുവ്യത്യാസം 3/2 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് മൈനസ് ഡി എഴുതാം. എഫ് മൈനസ് ഡി എന്തായിരിക്കും? മൈനസ് 17/2 മൈനസ് 3/2. ഛേദം തുല്യമാണ്. അതുകൊണ്ട് ഛേദം 2 എന്ന് എഴുതി. മൈനസ് 17ഉം മൈനസ് 3. അപ്പോൾ രണ്ടും കൂടിയും കൂട്ടിയാൽ മൈനസ് 20. കാരണം രണ്ടും ഒരേ ചിഹ്നമാണല്ലോ. മൈനസ് 20/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് ഛേദത്തെയും അംശത്തെയും ഹരിക്കാം. അപ്പോൾ നമുക്ക് മൈനസ് 10 എന്ന് കിട്ടും. എഫ് മൈനസ് ഡി മൈനസ് 10 കിട്ടി. ആയതുകൊണ്ട് നമുക്ക് xn എന്തായിരിക്കും?
ഡിക്ക് പകരം 3/2 കൊടുത്തു. അപ്പോൾ 3/2n പ്ലസ് -10 എഫ് മൈനസ് ഡി -10 ആയതുകൊണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3/2n -10 എന്ന് എഴുതാം. അപ്പോൾ ഛേദം 2 ആവണം. അതിനുവേണ്ടി 10നെ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 3n -20/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയായിരിക്കും? 3n - 20/20 ആയിരിക്കും. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് n-ന് 8 കൊടുത്ത് നോക്കാം. 8 കൊടുത്താൽ 24 - 20 അതെത്രയാണ്? 4 സോറി xn എന്ന് പറയുന്നത് 3n - 20/20 അല്ല, ഇവിടെ 2 എന്നാണ്. സോറി കേട്ടോ, 2 എന്നാണ്. അപ്പോൾ നമുക്ക് 24 - 20 അതെത്രയാ? 4. 4നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഉത്തരം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. ചെക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ആ തെറ്റ് മനസ്സിലായി. ഇവിടെ നമ്മൾ 3n - 20/2 എന്നാണ് എഴുതിയത്. അത് എടുത്തെഴുതിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തെറ്റിച്ചു. ഇപ്പം ശരിയായി. ഇനി 12ാം പദം നോക്കൂ. 3 × 12 36. 36ൽ നിന്നും 20 കുറച്ചാൽ എത്രയാണ്? 16. 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8. ഇപ്പോൾ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഒരു സമാന്തര ശ്രേണി ഉണ്ട്. എന്താണ് സമാന്തര ശ്രേണി? x1 x2 അങ്ങനെ സോറി x1 x2 അങ്ങനെ xi പിന്നെ xj എന്ന രീതിയിലുള്ള ഒരു സമാന്തര ശ്രേണിയുണ്ട്. അപ്പോൾ ഇവിടെ iയുടെ വാല്യൂ എന്താണ്? jനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് എന്തായിരിക്കും? xj - xi/j - i ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നമുക്ക് ഒരു പദം n-ാം പദവും അതുപോലെ തന്നെ പൊതുവ്യത്യാസവും തന്നാൽ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ 1-ാം പദം കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? ആ പദത്തിൽ നിന്നും n - 1 × d കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 സമവാക്യങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എളുപ്പമായി ചോദ്യം ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച 2 പുതിയ സമവാക്യങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയെ ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അത് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.